ഹലോ, ഇന്നൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയ കഥ പറയാം കേട്ടോ. ഞാനിപ്പോൾ 10th-ലും 11th-ലും 12th-ലും എക്കണോമിക്സ് കൂടാതെ 7th-ൽ സോഷ്യൽ സയൻസും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന നിലയിൽ. അപ്പോൾ സോഷ്യൽ സയൻസിലെ സിവിക്സിൽ ഗ്രോയിങ് അപ്പ് ആസ് ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചുള്ളൊരു ചാപ്റ്ററാണ്. ഞാനൊരു 2 ആഴ്ച മുന്നേ ഈ ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഹൗ മെനി ഓഫ് യു ട്രൂലി അപ്രീഷിയേറ്റിംഗ് യുവർ പാരൻസ് ഫോർ ദിയർ കുക്കിംഗ്? അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ കൈ ഉയർത്തിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അവർക്ക് കുറച്ച് അഡ്വൈസൊക്കെ കൊടുത്തു. അവർ കഷ്ടപ്പെട്ട്, കാരണം മോസ്റ്റ് ഓഫ് ദ പാരൻസും വർക്കിംഗ് ആണ്, അപ്പോൾ അവർ കഷ്ടപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കാര്യം മറന്നുപോയി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാലെടുത്ത് ക്ലാസ്സിൽ വെക്കുന്നതിന് മുന്നേ ഡോറിൻ്റെ അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാവരോടും ഓടി വന്നിട്ട്, മാം ഞങ്ങളിന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, ഞങ്ങളിന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ദാറ്റ് ഈസ് വാട്ട് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ അവർ ലൈഫ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ തൊട്ട് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് എന്തോ ഒരു ഹാപ്പിനെസ് തരുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഫുൾ ടൈം അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാനല്ല, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അത് 10 പേർക്ക് സെർവ് ചെയ്യുമ്പം അവർ പറയുന്ന നല്ല വാക്കുകളൊക്കെ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരാറുണ്ട്. എൻ്റെ ഓൾ ടൈം മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയും ഇന്ദുവുമാണ്. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു. കാരണം ഞാൻ വാനില എസൻസ് ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഭയങ്കര മുട്ടയുടെ സ്മെല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയാണ്, കുഴപ്പമില്ലടാ, മൂക്കടച്ച് വെച്ചിട്ട് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ട്, സ്മെല്ല് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. ഇവരൊക്കെ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യാതിരിക്കാൻ തോന്നുക? ഇപ്പോൾ ഇതാ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴായിക്കോട്ടെ, ഈ മനുഷ്യൻ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും, ഒരു മുട്ട പുഴുങ്ങി കൊടുത്താൽ പോലും അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറഞ്ഞ് വെറുതെ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും തോന്നാറുണ്ട്. ആൾക്ക് പൊതുവേ മധുരം ഇഷ്ടമല്ല, ആകെ ഇഷ്ടമുള്ളൊരു സാധനം ഈ ഗുലാബ് ജാമുനാണ്. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതൊരു ഒത്തൻറ്റിക് വേയിലെ ജാമുൻ പ്രിപ്പറേഷനൊന്നും അല്ല. ബ്രെഡ് എടുത്ത് പൊടിച്ച് പാലൊഴിച്ച് കുഴച്ച് ബോൾസാക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കുക, തൊട്ടിപ്പുറത്ത് പഞ്ചസാര പാനിയാക്കുക, അതിൽ കുറച്ച് ഏലക്കയും നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ജാമുൻ അതിലിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോഴേ മനുഷ്യൻ ഈ ഭൂമിയിൽ മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ഫുഡാണ്. അത് അവർ ഇഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടാക്കി തരുമ്പം ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല എന്നേ. അപ്പോൾ ദാണ്ടേ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ചിരിയും എക്സ്പ്രഷൻസും പിന്നെ കുറേ സ്നേഹവും ഇല്ലേ, അതാണ് എൻ്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ മോറൽ ഓഫ് ദ സ്റ്റോറി, your words of appreciation can bring immense happiness to someone. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്രീഷിയേറ്റ് ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ, സ്വന്തം ജിപ്സി.